ഹായ് ഡിയേഴ്സ്, മഹാലക്ഷ്മി ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ പ്രതാപനാണെങ്കിൽ ഭയങ്കരമായിട്ട് പൊട്ടിത്തെറിച്ച് നിൽക്കുക തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് തന്നെ. പ്രതാപനാണെങ്കിൽ മോഹിനിയോടും പിന്നെ മഹാലക്ഷ്മിയോടൊക്കെ ഭയങ്കര ദേഷ്യം തന്നെയാണ്. എന്തായാലും അമ്മ നോക്കിക്കോ, ഇന്ന് ആ കുഞ്ഞിനെ ഈ ലോകത്ത് തന്നെ ഞാൻ വിട്ടയക്കും. കാരണമെന്ന് വെച്ചാൽ അവൾ എന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് കയറ്റി ഇടിപ്പിച്ചു അവിടെയുള്ള പോലീസുകാരെ കൊണ്ട്. ഇതൊന്നും എനിക്കൊരിക്കലും ക്ഷമിക്കാൻ കഴിയുന്നതിലും അപ്പുറമാണ്. എനിക്ക് ഈ വേദന തന്നിട്ടുണ്ടെങ്കിൽ, ഈ നാണക്കേട് അവൾ തന്നിട്ടുണ്ടെങ്കിൽ അവളുടെ കുഞ്ഞിനെ പോലും ഞാൻ ഇല്ലാതാക്കാൻ ശ്രമിച്ചെന്ന് വരും. ഇന്ന് രാത്രിയിൽ എന്തെങ്കിലും ഒരു തീരുമാനം ഞാൻ എടുത്തിരിക്കും. കാരണമെന്ന് വെച്ചാൽ ഇന്ന് ആ കുഞ്ഞ് ഈ ഭൂമിയിൽ നിന്ന് വിട്ടുപോകാൻ വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തിരിക്കുന്നതൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ പ്രതാപനോട് മുത്തശ്ശി പറയുന്നുണ്ട്, പ്രതാപ സൂക്ഷിച്ച് വേണം കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അതെന്തുകൊണ്ടാണ് അമ്മ പറയുന്നതെന്ന് എൻ്റെ പൊന്നുമോന് മനസ്സിലായല്ലോ. നമ്മൾ ഇന്നാണ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഒന്ന് ഇറങ്ങി വന്നത്. ഇനിയും നീ എന്നെ പോലീസ് സ്റ്റേഷനിൽ കയറ്റാനുള്ള ഇട വരുത്താൻ പാടില്ല പ്രതാപ. നമുക്ക് ഈ നാണക്കേട് മാറണമെങ്കിൽ ആ കുഞ്ഞിനെ ഇല്ലാതാക്കിയേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് സൂക്ഷിച്ചാൽ നമുക്ക് ദുഃഖിക്കേണ്ടി വരില്ല എന്നൊക്കെ മുത്തശ്ശി പറയുന്നുണ്ട് പ്രതാപനോടാണെങ്കിൽ. പ്രതാപൻ പറയുന്നുണ്ട്, അമ്മ ഒന്നും ഓർത്ത് പേടിക്കേണ്ട, ഒരു കാര്യത്തിലും അമ്മയ്ക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. എന്താണെങ്കിലും അത് ഞാൻ ഏറ്റെടുത്തോളാം. അമ്മ ഒന്നും ആലോചിച്ച് പേടിക്കേണ്ട, നമ്മൾ ആരും തന്നെ പോലീസ് സ്റ്റേഷനിൽ കയറേണ്ടിയും വരത്തില്ലെന്നൊക്കെ പ്രതാപനാണെങ്കിൽ മുത്തശ്ശിയോട് പറയുന്നുണ്ട്. അങ്ങനെ മുത്തശ്ശി നമ്മുടെ കരുണയോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, നീ എന്തായാലും ഇനി തൊട്ട് നിൻ്റെ അമ്മയുടെ പക്ഷം ചേർന്ന് സംസാരിച്ചാൽ മതി. അതാവുമ്പോൾ അവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് ഇങ്ങ് പറഞ്ഞു തരാൻ നീ അവിടെ ഉണ്ടാവുമല്ലോ. അതുകൊണ്ട് നീ ഇനി അവളുടെ പക്ഷം ചേർന്ന് സംസാരിച്ചാൽ മതി എന്നൊക്കെ മുത്തശ്ശി കരുണയോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. മുത്തശ്ശിയോട് കരുണ പറയുന്നുണ്ട്, അത് ശരിയാണ് മുത്തശ്ശി, അത് നല്ലൊരു ഐഡിയ തന്നെയാണ്. അവർക്ക് നമുക്ക് താക്കീത് കൊടുക്കാൻ ഇത് തന്നെയാണ് നല്ലൊരു അവസരം എന്നൊക്കെ പറയുന്നുണ്ട് കരുണയാണെങ്കിൽ. അന്ന് ഞാൻ പോലീസ് സ്റ്റേഷനിൽ ഇറങ്ങാൻ പോയ സമയത്ത് തന്നെ അവിടെ അനന്തും രേഖയൊക്കെ ഉണ്ടായിരുന്നു. അവരെ തന്നെയായിരുന്നു അമ്മയെ ബലമായിട്ട് പിടിച്ച് പോലീസ് സ്റ്റേഷനിൽ നിങ്ങളെ കൊണ്ട് ഏൽപ്പിക്കാൻ വേണ്ടി ശ്രമിപ്പിച്ചത്. ആ മഹാലക്ഷ്മിയും കൂടെ തന്നെ ഉണ്ടായിരുന്നു. കാരണമെന്ന് വെച്ചാൽ അവൾക്കായിരുന്നു ഏറ്റവും നിർബന്ധം അച്ഛനെ പോലീസ് സ്റ്റേഷനിൽ ആക്കാൻ വേണ്ടിയിട്ട്. ഞാൻ അമ്മയോട് സംസാരിക്കുമ്പോഴും എന്നെ അവിടെ കടത്തിവിടാൻ അവരാരും തന്നെ അനുവദിച്ചിട്ടുണ്ടായിരുന്നില്ല. അവരൊക്കെ എൻ്റെ അടുത്ത് ഇങ്ങനെ പറയുമായിരുന്നു, എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നത്, അമ്മയൊന്നും നിനക്ക് ഇഷ്ടമില്ലല്ലോ, എന്തിനാ നീ ഇങ്ങനെ ഇങ്ങോട്ട് വന്നത്, നിൻ്റെ അച്ഛനെ എന്തായാലും ഇവിടെ നിന്ന് ഇറക്കാനൊന്നും പോകുന്നില്ല ആരും എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ ഭയങ്കരമായിട്ട് അപമാനിച്ചു. അതിനൊക്കെ തിരിച്ചടി തന്നെ നമുക്ക് കൊടുത്തേ മതിയാവുള്ളൂ മുത്തശ്ശി എന്ന് പറയുന്നുണ്ട്. പിന്നെ ഞാൻ എൻ്റെ അച്ഛനും മുത്തശ്ശിക്കും വേണ്ടിയിട്ടാണ് അവരുടെ കാല് പോയി പിടിക്കാൻ തയ്യാറായത്. അമ്മയ്ക്കാണെങ്കിൽ കേസ് കൊടുക്കാനൊന്നും യാതൊരു താല്പര്യവും ഉണ്ടായിരുന്നില്ല. അത് അമ്മ തന്നെ എന്നോട് പറഞ്ഞിരുന്നു. പിന്നെ എല്ലാവരും നിർബന്ധിച്ചപ്പോൾ കേസ് കൊടുക്കാതിരിക്കാനും അമ്മയ്ക്ക് സഹിക്കാൻ പറ്റാത്തൊരു അവസ്ഥയിലായിരുന്നു അമ്മ എന്നാണ് എന്നോട് പറഞ്ഞത്. അതുകൊണ്ട് അമ്മയെ നമുക്ക് ഈ കാര്യത്തിൽ വെറുതെ വിടാം, അതായിരിക്കും നല്ലത് എന്ന് കരുണയാണെങ്കിൽ പ്രതാപനോട് പറയുന്നുണ്ട്. പ്രതാപൻ ആ സമയത്ത് പറയുന്നുണ്ട്, നീ പറഞ്ഞത് ശരി തന്നെയാണ്. എന്തായാലും മോഹിനിയെ ഇപ്പോൾ ഉപദ്രവിക്കുന്നത് അതിബുദ്ധിയാണ്. അതുകൊണ്ട് അതെന്തായാലും വേണ്ട. കണ്ണനെയും മഹിയെ എങ്ങനെയെങ്കിലും തമ്മിൽ തെറ്റിപ്പിക്കാൻ പറ്റണം. ഇനിയും അതാണ്, അവരെങ്ങനെയെങ്കിലും ഡിവോഴ്സിലോട്ട് എത്തിച്ചിട്ട് ആ കുഞ്ഞിനെ എനിക്ക് ഇല്ലാതാക്കണം. ഇത് തന്നെയാണ് ഇന്ന് ഞാൻ ചെയ്യാൻ വേണ്ടി പോകുന്ന കാര്യം തന്നെ എന്ന് പ്രതാപനാണെങ്കിൽ കരുണയോടും മുത്തശ്ശിയോടും പറയുന്നുണ്ട്. അതിനുശേഷം കമലേശ്വരത്ത് നമ്മുടെ കണ്ണൻ എത്തുമ്പോൾ നമ്മുടെ ദുർഗയാണെങ്കിൽ സ്വാധീനം കൊണ്ട് ഓടി വന്നിട്ട് നമ്മുടെ കണ്ണനോട് പറയുന്നുണ്ട്, എൻ്റെ പൊന്നുമോനെ നീ അറിഞ്ഞോ ഇന്ന് നടന്ന സംഭവങ്ങളൊക്കെ. എന്തായാലും ആ മഹാലക്ഷ്മിക്ക് ഇപ്പോൾ വലിയ ആൾബലങ്ങളൊക്കെ ഉണ്ട്. പോലീസുകാരൊക്കെ അവളുടെ കൂടെയാണല്ലോ. ഇപ്പോൾ വക്കീലും പോലീസൊക്കെ അവളുടെ നിറവും സൗന്ദര്യമൊക്കെ കണ്ട് ഇപ്പോൾ അവളുടെ പിന്നാലെ പോകുന്നുണ്ട്. അവൾക്കതൊരു അഹങ്കാരം തന്നെയാണ്. പിന്നെയെന്ന് വെച്ചാൽ ഇന്നാണെങ്കിൽ കരുണയുടെ അച്ഛനെയും മുത്തശ്ശിയൊക്കെ അന്ന് പോലീസ് സ്റ്റേഷനിൽ അവൾ കയറ്റിയിട്ടുണ്ട്. അവളുടെ അമ്മയെ ഒന്ന് തല്ലിയെന്ന് പറഞ്ഞിട്ട് ഇന്ന് അവരെല്ലാവരും കൂടെ പോലീസ് സ്റ്റേഷനിലായിരുന്നു. ഇപ്പോഴാണ് അവരൊന്ന് ഇറക്കിക്കൊണ്ടുവന്നത്. അപ്പോൾ നമ്മുടെ കണ്ണനാണെങ്കിൽ ഒന്നും അറിയാത്തതുപോലെ, ആണോ അമ്മേ, എന്താ സംഭവിച്ചതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ ദുർഗയാണെങ്കിൽ നമ്മൾ കണ്ണനോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, മഹാലക്ഷ്മിയെ കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ മോഹിനി ഒന്ന് പോകാൻ വേണ്ടി ശ്രമിക്കുമ്പോഴേക്കും നമ്മുടെ പ്രതാപനാണെങ്കിൽ അത് വേണ്ടെന്ന് പറഞ്ഞു. അത് ധിക്കരിച്ച് പോകാൻ നിന്ന മോഹിനിയെ ഒന്ന് ചെറുതായിട്ട് തല്ലി, അത്രേ സംഭവിച്ചുള്ളൂ. അതിനാണ് ഈ പോലീസ് കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് ആ മഹാലക്ഷ്മി കൊണ്ട് കേസ് കൊടുത്തു. അതുകൊണ്ട് തന്നെ അവളുടെ മുത്തശ്ശി അച്ഛനൊക്കെ ആണെങ്കിൽ ഇന്ന് പോലീസ് സ്റ്റേഷനിൽ വന്നതേ ഉള്ളൂ. എന്തായാലും അവൾക്ക് നല്ലൊരു ശിക്ഷ തന്നെ കൊടുക്കണം. അത് നിൻ്റെ ഡിവോഴ്സ് തന്നെ ആയിക്കോട്ടെ. ഒരുപാട് നാളായില്ലേ നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ വേർപെട്ട് കഴിയുന്നു. ഇനിയിപ്പോൾ എന്തിനാണ് ഒരുമിച്ചൊരു ജീവിതം, അതും നിനക്ക് എന്തായാലും ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് ഡിവോഴ്സിന് എന്തായാലും നീ അപ്ലൈ ചെയ്യണം. എന്തായാലും നീ ഒറ്റയ്ക്ക് തന്നെ ആവത്തില്ല. സ്വാതി ഇവിടെ നിനക്ക് വേണ്ടിയാണല്ലോ ജീവിക്കുന്നത്. അതെന്തായാലും നിനക്ക് ഉറപ്പായല്ലോ. അതുകൊണ്ട് തന്നെ നിനക്ക് സ്വാതിയെ കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിക്കാം. അപ്പോൾ സ്വാതിയാണെങ്കിൽ ഭയങ്കര സന്തോഷത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ് ചെയ്യുന്നത്. കണ്ണനാണെങ്കിൽ നമ്മുടെ ദുർഗയോട് പറയുന്നുണ്ട്, പെട്ടെന്ന് എന്തായാലും ഒരു കല്യാണം ഉണ്ടാവില്ല, അതാരും തന്നെ പ്രതീക്ഷിക്കേണ്ടെന്നൊക്കെ നമ്മുടെ സ്വാതിയോട് പറയുന്നുണ്ട്. കണ്ണനാണെങ്കിൽ എന്നിട്ട് റൂമിലോട്ട് പോകുമ്പോൾ നമ്മുടെ ദുർഗ പറയുന്നുണ്ട്, നീയും കൂടെ ചെല്ല്, അവരെന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിലോ എന്ന് പറഞ്ഞിട്ട് സ്വാതിയും കൂടെ
റൂമിലോട്ട് കണ്ണൻ്റെ കൂടെ പറഞ്ഞു വിടുകയാണ് ദുർഗയാണെങ്കിൽ ചെയ്യുന്നത് തന്നെ. അങ്ങനെ റൂമിലെത്തി നമ്മുടെ മഹാലക്ഷ്മിയുടെ സാരിയൊക്കെ കൊടുത്ത് റെഡിയാകുന്ന സ്വാതിയെ കണ്ടിട്ട് കണ്ണൻ പറയുന്നുണ്ട്, നിനക്ക് ഇച്ചിരിയെങ്കിലും ഉളുപ്പുണ്ടെങ്കിൽ, നിനക്ക് എൻ്റെ കയ്യിൽ നിന്ന് തല്ല് വേണ്ടെങ്കിൽ ഇപ്പം തന്നെ ഈ വീട് വിട്ട് ഇറങ്ങിക്കോ. എനിക്കൊരിക്കലും നിന്നെ ഭാര്യയായിട്ട് കാണാൻ സാധിക്കില്ല. അത് നീ എന്തൊക്കെ ചെയ്താലും എനിക്കങ്ങനെ കാണാൻ സാധിക്കില്ല എന്നൊക്കെ പറഞ്ഞ് സ്വാതിയോട് പൊട്ടിത്തെറിക്കുന്ന കണ്ണനെയാണ് നമുക്ക് ചുറ്റും കാണാൻ സാധിക്കുന്നത് തന്നെ. അങ്ങനെ സ്വാതി ആണെങ്കിൽ അതൊന്നും കുഴപ്പമില്ല കണ്ണേട്ടാ, ഞാൻ കാത്തിരുന്നോളാം എന്നൊക്കെ പറഞ്ഞ് കണ്ണനെ കെട്ടിപ്പിടിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് തന്നെ സ്വാതിയുടെ കരണം പൊട്ടിച്ച് കണ്ണനാണെങ്കിൽ മറുപടി കൊടുക്കുന്നുണ്ട്. അങ്ങനെയാണ് ഈ ഒരു പ്രൊമോ റിവ്യൂ അവസാനിക്കുന്നത്. നിങ്ങൾക്ക് ഈ ഒരു സീരിയൽ ഇഷ്ടമാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇനിയിപ്പോൾ എന്തൊക്കെയാണ് നമ്മുടെ സ്വാതിയും കണ്ണനായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാൻ പോകുന്നത് നമുക്ക് കാത്തിരുന്ന് കാണാം.